ഇതൊക്കെ 2022 നടന്ന കാര്യങ്ങളാട്ടോ. ലഭ്യമാക്കണം. കാരണം നഗരസഭ ഓഫീസ് മെയിൻ്റനൻസ് പ്രവൃത്തി ചെയ്ത കാലഘട്ടത്തിൽ സെഷനിൽ നിന്നും ഈ ഫയലുകൾ മാറ്റിയിട്ടുള്ളതിനാൽ ഒരു സമയം കുറച്ച് അനുവദിക്കണം ഈ അപേക്ഷകൾ ബാക്കിയുള്ളതും കൂടി സമർപ്പിക്കാൻ എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ജില്ലാ ധനകാര്യ പരിശോധനയുടെ യാതൊരു റിപ്പോർട്ടോ അല്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാനോ മറ്റു കാര്യങ്ങളൊന്നും ഒരു ഫയലായി ഇവിടെ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അത് പരിശോധിച്ച് വരികയാണ്. പിന്നെ മാത്രമല്ല 2022 കൂടി ഒരുവിധപ്പെട്ട ഇതിൽ വന്ന ഈ 63 ഒരുവിധപ്പെട്ട ആളുകളുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്തതായിട്ടാണ് കാണുന്നത് 2022 കൂടി. ഇനിയും ആരെങ്കിലും ഈ ലിസ്റ്റിൽ ബാക്കിയുണ്ടെങ്കിൽ തുടർ നടപടി സ്വീകരിക്കും. മാത്രവുമല്ല ഇതറിയാലോ, ഇത് വരുന്നത് ഒരു അപേക്ഷ നൽകിയാൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തി ആ വീട്ടിൽ പോയി പരിശോധന നടത്തി ആ പരിശോധനയുടെ റിപ്പോർട്ട് നമുക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്ന് അവിടുന്ന് കൗൺസിൽ ശുപാർശ ചെയ്തിട്ടാണ് 32 കൗൺസിലർമാർ അടങ്ങുന്ന കൗൺസിൽ ആ ഒരു പെൻഷൻ പാസ്സാക്കി കൊടുക്കുന്നത്. അല്ല, അനർഹരായ പേര് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2022 കൂടി അവരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്തത്. ഇനിയും ആരെങ്കിലും ആ ലിസ്റ്റിൽ പെടാതെ, അതായത് ഇനിയും ഈ അനർഹരായ ക്രമക്കേടിന് വിധേയമായ രീതിയിൽ ആരെങ്കിലും പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനാരായാലും അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കും. ആ പെൻഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടെങ്കിൽ നമ്മളത് പരിശോധിച്ച് വരികയാണ്. കാരണം 63 ആളുടെ ലിസ്റ്റാണ്, അത് പരിശോധിച്ച് വരികയാണ്. അതിൽ ഒരുപാട് ആളുകൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരാണ് 2022 കൂടി. ആരെങ്കിലും അതിൽ ഇനിയും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും. 5400ഓളം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് 32 വാർഡുകളിലായിട്ട്. അത് പല അല്ല, നിലവിൽ 38 പേര് വാങ്ങുന്നുണ്ടോ എന്നുള്ളത് ഇന്നിപ്പോൾ പരിശോധിക്കുക. കാരണം വലിയൊരു ലിസ്റ്റ് അല്ലേ ഇത്. പെൻഷൻ 5400 ആളുകൾ പെൻഷൻ വാങ്ങുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ 38 ആളുകളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് വരിക. അതാ ഞാൻ പറഞ്ഞത്, കുറേ പേരുടെ 2022 കൂടി സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അനുവദനീയമല്ല. കാരണം ഈ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് അർഹരല്ലാത്ത ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ BMW കാറും വീടിൻ്റെ സ്ക്വയർ ഫീറ്റും പിന്നെ അവരുടെ ഭൗതിക സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഈ പെൻഷൻ കൊടുക്കുക. പക്ഷെ അതിൽ എന്തെങ്കിലും വീഴ്ച ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കും. ധനകാര്യ പരിശോധന വിഭാഗത്തിന് കണ്ടെത്തൽ 38 പേരും അനർഹരാണെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളത് തന്നെയല്ലേ ഇത് വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ 2022 ശേഷം നമുക്ക് യാതൊരു റിപ്പോർട്ട് വന്നിട്ടില്ല. ഇത്രയും കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾ തുടർ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഫയലിൽ കാണാനില്ല. അപ്പോൾ അത് പരിശോധിച്ച് വരികയാണ്. പിന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന ക്രമക്കേടാവണം. അത് കണ്ടെത്തി അതിനുള്ള നടപടിയെടുക്കും. അതാണ് ഫിനാൻസ് കോഡിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ആ 2021 നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ 21 അതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു. ആ ഫിനാൻസ് കമ്മിറ്റിയുടെ പിന്നീട് പരാതികൾ വന്നിട്ടില്ല. ഈ ഫിനാൻസ് കമ്മിറ്റി റിപ്പോർട്ട്, പരിശോധനാ റിപ്പോർട്ട് ഇതുവരേക്കും മുനിസിപ്പാലിറ്റിയിൽ ലഭ്യമായിട്ടില്ല. ഇതുവരേക്കും മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ടില്ല. ഇത്തരത്തിലൊരു അനർഹർ കൈപ്പറ്റുന്ന വിവരം മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടില്ല? ഇല്ല, ഇത് ഇത്ര വന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ തരാം.